ഹായ്, കെ പി എസ് ഹോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. 2 സ്കില്ലുകളാണ് ഒരു സാധാരണ പ്രൊഫഷണലിൽ നിന്നും ഒരു ബിസിനസ് മാനെ വ്യത്യസ്തനാക്കുന്നത്. അത് എംപവർ ചെയ്യാനും ഡെലിഗേറ്റ് ചെയ്യാനുമുള്ള കഴിവാണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരാം. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണിത്. കാരണം സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുകയും അതിനൊരു ഫീസ് വാങ്ങുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്നത് പോലെ, ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ, ഇങ്ങനെയുള്ള പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം അവർ ജോലി ചെയ്യുകയും അതിനവർ ഫീസ് വാങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബിസിനസ്സിൽ കാര്യങ്ങൾ ഇങ്ങനെയല്ല നടക്കുക. ബിസിനസ്സിൽ ഒരു സിസ്റ്റം പ്രവർത്തിക്കുകയാണ് ചെയ്യുക. ആ സിസ്റ്റം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ആ നെറ്റ്വർക്കിലൂടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഏതെങ്കിലും ഒന്ന് ഡെലിവർ ചെയ്യുകയും അതിലൂടെ ഒരു റവന്യൂ ഉണ്ടാവുകയും ചെയ്യും. അത് ആ സിസ്റ്റം പങ്കിട്ടെടുക്കുകയും അതിലൊരു പങ്ക് ബിസിനസ്സുകാരന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരിൽ നിന്നും ഒരു പ്രൊഫഷണലിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ബിസിനസ്സുകാരന് തൻ്റേതായൊരു സിസ്റ്റം അഥവാ തൻ്റേതായൊരു ടീം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ടീം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ ഘട്ടമാണ് എംപവർ ചെയ്യുകയും ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യുക. എംപവർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്ക് പറ്റിയ ആളുകളെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ചുമതലകൾ കൊടുക്കുകയും അത് അവരെ ചെയ്യാൻ അനുവദിക്കുകയും അതിലവർ ഇംപ്രൂവ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. അനുവദിക്കണം നമ്മൾ, അല്ലാതെ അവർക്കൊരിക്കലും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിസ്റ്റവും പ്രോസസ്സും ഉണ്ടാക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേഷൻ ആവശ്യമാണ്. അത്തരം അപ്ഡേഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ എംപവറിങ്ങും ഡെലിഗേറ്റിങ്ങും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണ് എംപവറിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്? അവർക്കുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം, നമ്മുടെ മൊത്തം സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ടാസ്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടാസ്ക് ചെയ്യാൻ ഒരു പ്രത്യേക സ്കില്ല് ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടം സ്കില്ലുകൾ ആവശ്യമായിരിക്കും. ആ സ്കില്ലുകൾ ആ വ്യക്തിയെ പഠിപ്പിച്ചെടുക്കുക, അവരെ ട്രെയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യുന്നത്, ഇതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. കസ്റ്റമർ റിലേഷനിലാണ് ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമർ റിലേഷന് വേണ്ട സ്കില്ലുകൾ അയാൾക്കറിയണം. എന്തുകൊണ്ട് കസ്റ്റമറെ എൻഗേജ് ചെയ്യണമെന്ന് അയാൾക്കറിയണം. എങ്ങനെ കസ്റ്റമറെ എൻഗേജ് ചെയ്യണമെന്നറിയണം. അതുപോലെ തന്നെ എന്തിനാണ് കസ്റ്റമറെ എൻഗേജ് ചെയ്യുന്നതെന്നും അയാൾക്കറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സ്കില്ലുകൾ, അങ്ങനെയുള്ള വസ്തുതകൾ അവരെ പറഞ്ഞു പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ എംപവറിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് ഡെലിഗേറ്റ് ചെയ്യുക. ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ ചുമതല അവരെ നമ്മൾ ഏൽപ്പിക്കുക. ആ ചുമതല അവരെ ഏൽപ്പിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് അവർക്ക് വേണ്ടി വരും, അതിനുള്ള ടൂൾസ് അവർക്ക് വേണ്ടി വരും. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ അവരാരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതായത് അവർക്കൊരു പ്രശ്നം വന്നു അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്, ആരോടാണ് അവർ ആൻസറബിൾ ആയിട്ടുള്ളത്, അതിൻ്റെ ഹയറാർക്കി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ആ സീറ്റിലിരിക്കുന്ന ആ വ്യക്തിക്കുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ ചുമതലകൾ, എന്തൊക്കെയാണ് അവരുടെ അധികാരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ യഥാർത്ഥത്തിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആ സീറ്റിലിരിക്കുന്ന വ്യക്തി നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന സ്കില്ലുകൾ വേണം, നിങ്ങളിലൂടെ ഇന്ന ഇന്ന പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്, നിങ്ങളിൽ നിന്നും ഇന്ന ഇന്ന റിസൾട്ടുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഇന്ന ഇന്ന ആളുകളോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന ഇന്ന റോൾസും റെസ്പോൺസിബിലിറ്റീസുമാണ് ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇനി പലപ്പോഴും എംപവറിങ് ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വേണ്ടിവരും. ഓരോ എംപ്ലോയീസിനും അവരുടേതായ മെൻറ്റേഴ്സ് വേണ്ടി വരും. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് വേണം നമ്മൾ കണക്കാക്കാം. അല്ലാതെ ഒരാളെ പിടിച്ച് സീറ്റിലിരുത്തി അതോടുകൂടി കഴിഞ്ഞു, അങ്ങനെ നമ്മളൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഇതൊരു ബിസിനസ്സുകാരൻ എന്ന് മനസ്സിലാക്കുന്നു, എന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, അന്നാണ് അയാൾക്ക് വളർച്ച ഉണ്ടാവുക. കാരണം ബിസിനസ്സിൽ അയാൾ ജോലി ചെയ്യുകയും അതിനുള്ള ഫീസ് വാങ്ങുകയും ചെയ്യുകയല്ല സംഭവിക്കുന്നത്. അയാളിലൂടെ ഒരു സിസ്റ്റം ഉണ്ടാവുകയും സിസ്റ്റത്തിലൂടെ പ്രോസസ്സുകൾ നടക്കുകയും പ്രോസസ്സിലൂടെ പ്രോഡക്റ്റ് ഉണ്ടാവുകയും പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിറ്റുപോവുകയുമാണ് ചെയ്യുന്നത്. ഈ
ഒരു വലിയ കൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ചെറിയ 2 പോയിന്റുകളിലേക്ക് ഒതുക്കി അതിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ വിജയം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.